എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യം കവിത, കഥ, ഉപന്യാസ, നോവൽ എന്ന പേപ്പറിലെ കവിത എന്ന ബ്ലോക്കിലെ സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കവിതയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സുഗതകുമാരി എന്ന് പറയുന്ന കവയിത്രിയെ, പരിസ്ഥിതി പ്രവർത്തകയെ നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളിയുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച ഒട്ടനവധി കവിതകൾ എഴുതുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടന്ന ധാരാളം പാരിസ്ഥിതിക സമരങ്ങളിലെ കുന്തമുനയായി വർത്തിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ് സുഗതകുമാരി ടീച്ചർ. ഉറുമ്പിനെ രക്ഷിക്കാൻ നോക്കുന്ന കുട്ടിയെപ്പറ്റി ബാല്യകാലത്ത് ചെറിയ കുട്ടി മഴയത്തെന്ന കവിത എഴുതിയ സുഗതകുമാരിക്ക് ഓർമ്മ വച്ച കാലം മുതൽ പ്രകൃതിയോടും പക്ഷികളോടും വൃക്ഷങ്ങളോടും അതിരിട്ട സ്നേഹമായിരുന്നു. MK പ്രസാദും കൂട്ടരും സൈലന്റ് വാലി സമരം സംരക്ഷണ സമിതി ഉണ്ടാക്കിയ സമയത്ത് ആ മുന്നേറ്റത്തിൻ്റെ കൈകോർത്ത സുഗതകുമാരി ആ ഒരു സമരത്തിൻ്റെ കുന്തമണിയായിട്ട് മാറുന്നുണ്ട്. ആറന്മുള സമരവും ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു. ഒരേ സമയം പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ആ കവയിത്രി തൻ്റെ ജീവിതത്തിലും അത് കാണിച്ചു തരുന്നുണ്ട്. താൻ മരിക്കുന്ന സമയത്ത് ഒരു പുഷ്പം പോലും അർപ്പിക്കരുത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം മരണത്തിൽ പോലും ഒരു ചെടിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ താൻ ചെയ്യാൻ പാടില്ല എന്നൊരു ബോധ്യത്തിലാണ് അങ്ങനെ. അപ്പോൾ കാൽപ്പനിക ധാരയ്ക്ക് ശേഷം ഒരു നവകാൽപ്പനികവാദിയായിട്ട് വരുന്ന കവികളിൽ ONV കുറുപ്പിനെ പോലെ ഉള്ളൊരു കവിയാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. കാൽപ്പനികതയിൽ നിന്ന് റിയലിസത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചപ്പാട്. പൂർണ്ണമായും കാൽപ്പനികത വിട്ടൊഴിയുന്നില്ല. വെൺമണി കവികളും വള്ളത്തോളും വൈലോപ്പിള്ളിയും ഒക്കെ പിന്തുടർന്ന ഒരു പാരമ്പര്യത്തെ ഈ പറയുന്ന ONVയും സുഗതകുമാരിയെല്ലാം ഫോളോ ചെയ്തെന്ന് കാണാൻ പറ്റും. അപ്പോൾ കാൽപ്പനിക ധാരക്കകത്ത് ഒതുങ്ങിയ ഒരു കവിയല്ല സുഗതകുമാരി. കവിത എന്ന സങ്കീർണമായ ജൈവഘടനയെ അത്യന്തം ലാവണ്യപൂർണമായ അനുഭവമാക്കി തരാൻ വേണ്ടിയിട്ട് ഒരായുസ് മുഴുവൻ പ്രയത്നിച്ചിട്ടാണ് കനൽക്കിടയിലേക്ക് സുഗതകുമാരി നടുചായ്ച്ചിട്ടുള്ളത്. മലയാള കവിതയിലെ ആധുനികതയുടെ കാലുഷ്യമാർന്ന രാഷ്ട്രീയ സങ്കടങ്ങളും സന്ത്രാസങ്ങളും വായനയിലേക്ക് എത്തിച്ചത് എങ്ങനെയെന്ന് സുഗതകുമാരിയുടെ കവിതയെ മുൻനിർത്തി നമുക്ക് പരിശോധിക്കാൻ പറ്റും. മുത്തുച്ചിപ്പിയും പാതിരാപ്പൂക്കളും ഇരുൾച്ചിറകുകളും പാവം മാനവഹൃദയവും അടങ്ങുന്ന കവിതകൾ ശങ്കരക്കുറുപ്പിൻ്റെ ഒരു സ്വാധീനം, ശങ്കരക്കുറുപ്പിൻ്റെ സ്വാധീനതയിൽ രൂപപ്പെട്ടതാണ്. എങ്കിലും ആ കവിതകൾ ജീവിതത്തിലെ ഏതൊരു വന്യമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥയെ നേരിടാൻ വേണ്ടിയിട്ട് അന്നേ സജ്ജമായ കവിതകളുമായിരുന്നു. അതുകൊണ്ടാണ് 60കളിൽ ആധുനിക കവിതയുടെ രാഷ്ട്രീയ അന്തരംഗത്തിലേക്ക് സുഗതകുമാരി കവിതകൾ അംഗവുമായിട്ട്, അതായത് 1960കളിലെ രാഷ്ട്രീയ അന്തരംഗവുമായിട്ട് സുഗതകുമാരി കവിതയുടെ രാഷ്ട്രീയ അന്തരംഗത്തിൽ ഒരു തരത്തിലുള്ള ഭിന്നതയും ഉണ്ടാവാതിരുന്നത്. അയ്യപ്പ പണിക്കരെയും സച്ചിദാനന്ദനെയും കടമനിട്ടയെയും KGSനെയും വായനക്കാരൻ്റെ മുന്നിൽ ഏകാഗ്രമായ ഒരു വായനയുടെ പാകത്തിൽ അക്കാലത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ആധുനിക കവിതയുടെ പ്രാഥമിക ഘട്ടത്തിൽ സാധിച്ചൊരു സന്ദർഭത്തിലാണ് സുഗതകുമാരി ടീച്ചർ എഴുതുന്നത്. സുഗതകുമാരി ടീച്ചർ അഭയ എന്ന പേരിൽ തിരുവനന്തപുരത്ത് ഒരു സെൻ്റർ നടത്തിയിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന വേണ്ടി ഒരു സെൻ്ററായിരുന്നു പ്രധാനമായിട്ട്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ കവിതയിലേക്ക് പകർത്തിയ ഒരു എഴുത്തുകാരി കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, വയോജന സംരക്ഷണം തുടങ്ങിയ പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു എഴുത്തുകാരി. കേവലം എഴുത്തിൻ്റെ മേഖലയിൽ മാത്രം പ്രവർത്തിച്ച എഴുത്തുകാരിയല്ല. രാത്രി മഴ ചുമ്മാതെ ചിരിച്ചും വിതുമ്പിയും നിർത്താതെ വെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. ഒരു രാത്രി മഴ എന്ന കവിതയിൽ ഒരു പെൺകുട്ടി ഭ്രാന്ത് ബാധിച്ച്, അതായത് ചിത്തരോഗം ബാധിച്ച് ഹോസ്പിറ്റലിലാണ്.
അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ആ പെൺകുട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്, ഇടയ്ക്ക് മുടിയിട്ട് വലിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്, തേങ്ങിക്കരയുന്നുണ്ട്. അതേ സമയത്ത് ഒരു മതിലിനപ്പുറം അല്ലെങ്കിൽ ജനാലയ്ക്ക് അപ്പുറം ഇതേ അവസ്ഥയിലാണ് മഴയും. രാത്രി മഴ ചുമ്മാതെ ചിരിക്കുന്നുണ്ട്, വിതുമ്പുന്നുണ്ട്, നിർത്താതെ വിറുവിറുക്കുന്നുണ്ട്, പൊട്ടി ചിതറുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ ഈ ഭ്രാന്ത് പിടിച്ച് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ടാണ് ഈ ഒരു മഴയെ താരതമ്യപ്പെടുത്തുന്നത്. ഗജേന്ദ്രമോക്ഷം എന്നൊരു കവിതയിൽ അഹങ്കാരിയായ ഒരു ആനയുണ്ട്. അപ്പോൾ ആന ആ കാട്ടിലെ തന്നെ ഏറ്റവും ശക്തനായ ആനയാണ്. ഒരു വലിയൊരു ആനക്കൂട്ടത്തെ നയിക്കുന്ന ആനയാണ്. അപ്പോൾ ആന ഒരു ദിവസം ഒരു കുളത്തിൽ, അപ്പോൾ ആന എല്ലാവരും ഉപദ്രവിക്കുന്ന ഭയങ്കര അഹങ്കാരിയായ ആനയാണ്. ഞാൻ തന്നെയാണ് ഏറ്റവും അനിശ്ചിതൻ എന്ന് പറയുന്ന ആനയാണ്. അങ്ങനെ ഒരു കാട്ടിലേക്ക് പോകുന്നു. കുളത്തിൽ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് ഒരു മുതല ആനയെ കാലിന് കടിക്കുന്നു. ആന മുകളിലോട്ട് വലിക്കും തോറും മുതല താഴോട്ട് വലിക്കുന്നു. അങ്ങനെ അത് മുതലയുടെ കാലിലേക്ക് മുതലയുടെ പല്ലുകൾ ആനയുടെ കാലിലേക്ക് താഴ്ന്നു പോകുന്നു. ഈ പോകുന്ന സമയത്ത് ആന നിലവിളിക്കുകയാണ്. ഒപ്പമുള്ള ആനകളൊക്കെ ചുറ്റുപാട് നിൽക്കുന്നു. കാരണം ഈ ആനക്ക് ഉയർന്നു വരാൻ പറ്റില്ല. പതിയെ അതിൻ്റെ ശക്തി തളർന്നത് താഴോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അഹങ്കാരം പതിയെ ഇല്ലാതാവുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ഓരോ ദിവസം തോറും ആ ചതുപ്പിലേക്ക് ആന ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ആന അതിന് ചുറ്റും താമരപ്പൂക്കളുണ്ട്. അപ്പോൾ ഈ താമരപ്പൂക്കൾ വിഷ്ണുദേവനെ അർപ്പിച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവസാനത്തെ താമരപ്പൂവ് അർപ്പിക്കുന്ന സമയത്ത് ആനയുടെ തുമ്പിക്കൈയുടെ തുമ്പ മാത്രമാണ് മുകളിലുള്ളത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് അത് മരിച്ചു പോകും. അപ്പോഴാണ് ഈ ഹരിചന്ദന പരിപാവനമായ ഒരു സുഖം ഈ ആനക്ക് ഈ പറയുന്ന തുമ്പിക്കൈയിൽ ലഭിക്കുന്നത്. ഒടുവിൽ ആന രക്ഷപ്പെടുന്നു, അതിൻ്റെ അഹങ്കാരം നശിച്ച് രക്ഷപ്പെടുന്നു. ഒരു പുരാണ കഥയെ വെച്ചുകൊണ്ട് എഴുതിയാണ്. പെൺകുഞ്ഞു 90, അല്ലെങ്കിൽ കൊല്ലേണ്ടത് എങ്ങനെ പോലുള്ള കവിതകൾ. അഭയ സെൻട്രലിയുടെ ഒരു അനുഭവത്തെ കുറിച്ചാണ് കൊല്ലേണ്ടത് എങ്ങനെ കവിതയിൽ സുഗതകുമാരി ടീച്ചർ പറയുന്നത്. ഒരു വയസ്സായ സ്ത്രീക്ക് മൊത്തം 35 വയസ്സോളമുള്ളൊരു പെൺകുട്ടി ഉണ്ട്. പെൺകുട്ടി മാനസികമായി വളർച്ച പ്രാപിക്കാത്ത കുട്ടിയാണ്. കുട്ടിയുടെ മാനസിക വളർച്ച 2-3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സും, എന്നാലും 35-36 വയസ്സുള്ള കുട്ടിയുടെ ശരീരവുമാണുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അമ്മ കരുതുകയാണ് താൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കെട്ടകാലത്ത് തൻ്റെ കുട്ടിയെ ആര് സംരക്ഷിക്കുന്നതിൻ്റെ ചിന്തയിൽ അമ്മ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും, എൻ്റെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്യും ഞാൻ? എൻ്റെ സ്വത്തുക്കളുണ്ട്, അതൊക്കെ അവരെടുത്തിട്ട് എൻ്റെ മകളെ സംരക്ഷിക്കുമോ, അവളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? അങ്ങനെ ഒടുവിൽ അമ്മ ഒരു തീരുമാനം എടുക്കുന്നു. തൻ്റെ മകളെ കൊന്നിട്ട് താനും ആത്മഹത്യ ചെയ്യാന്നൊരു തീരുമാനം എടുക്കുന്നു. മകളെ കൊന്ന് ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഒടുവിൽ പക്ഷേ അമ്മക്ക് സാധിക്കും, ഒരു സ്വന്തം അമ്മക്ക് തൻ്റെ മകളെ കൊല്ലാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനെ കൊല്ലുന്ന അമ്മമാരുണ്ട്. എങ്കിലും സ്വന്തം ഇത്രയും കാലം 10-35 വർഷം സ്നേഹിച്ച് പോറ്റി വളർത്തിയ ഒരു കുട്ടിയെ ഒരു അമ്മ എങ്ങനെയാണ് കൊല്ലുന്നത്? അപ്പോൾ കൊല്ലേണ്ടത് എങ്ങനെ എന്ന് ആ ഒരു അമ്മ വളരെ ആർത്തമായിട്ട് ചോദിക്കുകയാണ്. അതേപോലെ ഒരു കവിതയാണ് ഈ പറഞ്ഞ രാത്രി മഴ എന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി മഴ എന്ന കവിത കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതാ ഒറ്റ കവിത കൊണ്ട് അമരത്വം വരിച്ച കവയിത്രി എന്ന് എൻ കൃഷ്ണപിള്ള പറഞ്ഞത് സുഗതകുമാരിയെ കുറിച്ചാണ്. അത് രാത്രി മഴ എന്ന കവിതയുടെ അവതാരികയിലാണ് എഴുതിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത് എൻ കൃഷ്ണപിള്ളയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതാ ഒറ്റ കവിത കൊണ്ട് അമരത്വം വരിച്ച കവയിത്രി. അത് എങ്ങനെയും ചോദിക്കാം. ഒറ്റ കവിത കൊണ്ട് അമരത്വം വഹിച്ച കവയിത്രി എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാം. എൻ കൃഷ്ണപിള്ള ആരെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാം. അതിന് എന്ത് വേണം ചോദിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിയും മികച്ചൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു സുഗതകുമാരി ടീച്ചർ. അവർ 2020 നമ്മൾ വിട്ടുപോയി. അപ്പോൾ കേവലം ഈ പറയുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാരെ പോലെ സൈബർ ഇടങ്ങളിൽ മാത്രം ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് സംസാരിച്ചൊരു എഴുത്തുകാരിയല്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വനിതയായിരുന്നു അദ്ദേഹം. അപ്പോൾ സുഗതകുമാരി രചിച്ചൊരു കാവ്യ സമാഹാരമാണ് നമുക്ക് പഠിക്കാനുള്ള അമ്പലമണി എന്ന ആ സമാഹാരത്തിനകത്തൊരു കവിതയാണ്. അമ്പലമണിയും 40 കവിതകളും അടങ്ങുന്ന ഈ ഒരു സമാഹാരത്തിനാണ്, ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്, 1982 ഓടക്കുഴൽ അവാർഡും 84 ആശാൻ പ്രൈസും വയലാർ അവാർഡും ലഭിച്ചത് അമ്പലമണി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ്. അത് ഓർത്തു വെക്കുക. ഒരു 1948 അല്ല 50കളിലാണ് 50കൾക്ക് ശേഷമാണ് സുഗതകുമാരി ടീച്ചർ കവിതകൾ എഴുതി തുടങ്ങുന്നത്. പിതാവ്
ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും കവിതകളും സുഗതകുമാരിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കവിതയുടെ ഒഴുക്ക് തുടങ്ങിയ ഈ ഒരു ആദ്യ കാലത്താണ് സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കവിത പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആധുനികതയുടെ വിഷയം നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ആധുനികത എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിരാകരിക്കുന്ന മരണം, മൃത്യു, അസ്തിത്വ ദുഃഖം മുതലായവ കേന്ദ്രീകരിച്ചിരിക്കുന്ന പുതുവഴികൾ വെട്ടുന്ന എന്നങ്കാട് പറഞ്ഞതുപോലെ ഇരുവഴിയെ പെരുവഴി നല്ലോ പെരുവഴി പോ ചങ്ങാതി പെരുവഴി കൺമുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ വഴിവെട്ടാൻ പോകുന്നവനോ മുടിയും തലയോട്ടിയുമായി അവിടെത്താൻ മറ്റൊരു കുന്നായി മരുവുന്നു ചങ്ങാതി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മൃത്യുപൂജ പറഞ്ഞ പോലെ, എവിടെയൊരു ക്ഷാമമുണ്ടെന്ന് കേട്ടിടിലും എവിടെയൊരു ദുഃഖമുണ്ടെന്ന് കേട്ടിടിലും അത് വിറ്റു കാശാക്കി മാറ്റുന്നു ധർമ്മപ്രചാരകർ എന്നൊക്കെ പറഞ്ഞ പോലെ, അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലാണ് ഒരു കവി എന്ന നിലയിൽ തൻ്റെ ധർമ്മത്തെയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് സമൂഹത്തോടുള്ള മനുഷ്യ ജീവിതത്തോടുള്ള പ്രതിബദ്ധതയും കവി അമ്പലമണി എന്ന കവിതയിലൂടെ ദാർശനികവൽക്കരിക്കുന്നത്. അപ്പോൾ പുതുമയുടെ പിന്നാലെ പായുന്ന സമൂഹത്തോട് തൻ്റെ സമാന ഹൃദയനായ ആരെങ്കിലും ഒരാൾ അതിലുണ്ടാകുന്ന പ്രതീക്ഷയോടെയാണ് താൻ പാടുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിലെ അന്നത്തെ ജീവിതാവസ്ഥകൾ, ദുഃഖ ദുരിതങ്ങൾ, ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞില്ല ഒരു കാലഘട്ടമാണ്. കാരണം ഇവിടെ ഈ പറഞ്ഞ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു, മറ്റു പലതരം ആഭ്യന്തര പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ജീവിതാവസ്ഥകൾ, ദുഃഖ ദുരിതങ്ങൾ കവയിത്രിയുടെ രചനകളിൽ പങ്കുവറ്റുന്നുണ്ട്. അപ്പോൾ ചുറ്റുപാടുകളുടെ വ്യതകൾ മാതൃഭാവത്തിലൂടെ സാംശീകരിച്ച വിഷാദം മുറ്റി നിൽക്കുന്ന കവിതകളിൽ കവയിത്രിയുടെ ആത്മാംശം തിരിച്ചറിയുവാൻ വായനക്കാരന് സാധിക്കുന്നുണ്ട്. അപ്പോൾ വക്ക് പൊട്ടിയ ഒരു അമ്പലമണിയോട് തന്നെ സ്വയം ഉപമിച്ചുകൊണ്ടാണ് കവയിത്രി തൻ്റെ ദാർശനികത വ്യക്തമാക്കുന്നത്. അമ്പലമണി എന്ന കവിത നമുക്ക് കവിതയിൽ കിടക്കുമ്പോൾ മനസ്സിലാവും. വക്ക് പൊട്ടി കിടക്കുന്ന ഒരു അമ്പലമണിയോട് തന്നെ സ്വയം ഉപമിച്ചുകൊണ്ടാണ് കവയിത്രി തൻ്റെ ദാർശനികത വെളിവാക്കുന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു പാത പിന്തുടരുന്ന ബാലാമണിയമ്മ, പി കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി, വയലാർ, ONV, പി ഭാസ്കർ തുടങ്ങിയ പ്രഗത്ഭരായ സമകാലിക കവികൾക്കൊപ്പം മലയാള കവിത ധാരയെ പങ്കിട്ട ഒരു എഴുത്തുകാരിയാണ്. കാൽപ്പനികത നിറഞ്ഞ റൊമാൻറ്റിക് പ്രസ്ഥാനവും ദാർശനികതയും പ്രതീകാത്മകതയും മിസ്റ്റിസിസവും പ്രതിനിധാനം ചെയ്തിരുന്ന ഭാവതീവ്രമായ ഒരു കാവ്യധാരയും റിയലിസവും കാൽപ്പനികതയും ഇഴകലർന്ന മാനവിക രചനാധാരയും അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൽ വരുന്ന എഴുത്തുകളും ഇടതുപക്ഷ ആശയ പ്രചാരണവും സാമൂഹിക പ്രചാരവും കൂടാതെ ഇവയ്ക്ക് മുൻനിർത്തി പ്രചരിച്ച രചനകൾ നിറഞ്ഞ ഒരു കാലത്ത് ഒരു കാവ്യപാത, ഇവയൊന്നും കൂടാതെ മറ്റു ചെറു രചനാ രീതികൾ എന്നുണ്ട്. അപ്പോൾ പലതരം കവിതാ രചനകൾ, കാൽപ്പനിക പ്രസ്ഥാനമുണ്ട്, മിസ്റ്റിസിസം ഉണ്ട്. നമ്മൾ ഈ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത മിസ്റ്റിസിസത്തിനെ കുറിച്ച് പറയും. പിന്നെ ഭാവതീവ്രമായ കാവ്യധാര ഉണ്ട്, റിയലിസവും കാൽപ്പനികതയും ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാനവികതാ ബോധത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രചനകളുണ്ട്. റിയലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടതുപക്ഷ ആശയങ്ങൾ ഒരു പ്രചാരത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രചനകൾ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നിലനിന്നൊരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കലർപ്പറ്റ ലിറിലിസം കവിതയിൽ കൊണ്ടുവന്ന ആളാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. ലിറിസിസം കവിതയിൽ, അപ്പോൾ അത് ഓർത്ത് കലർപ്പറ്റ ലിറിസിസം കവിതയിൽ കൊണ്ടുവന്ന ആളാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാൻ എന്താണ് ലിറിസിസം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ ഈ കവിതയിൽ ആഴത്തിലുള്ള വൈകാരികത അല്ലെങ്കിൽ കലർപ്പറ്റ ആഴത്തിലുള്ള വികാരങ്ങൾ ഉളവാക്കുന്ന കവിതകളെയാണ് ലിറിസിസത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പോലത്തെ കവിതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച കവിതകൾ. അപ്പോൾ ആഴത്തിലുള്ള വൈകാരികത വെളിവാക്കുന്ന അത്തരം കവിതയിൽ നിന്ന് വന്നയാളാണ്, ആ ലിറിസിസം കവിതയിൽ കൊണ്ടുവന്ന ആളാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. ഒഴുകുന്നതിനനുസരിച്ച് ഉറവ കൂടുന്നത് പോലെ ഭാവവും താളവും ലയവും സമന്വയിപ്പിച്ച കവിതകളായിരുന്നു. അതായത് ഒഴുക്ക് വേഗതയിലാണെങ്കിൽ അതിനനുസരിച്ച് ഉറവയിൽ വെള്ളം കൂടും, ഒഴുക്ക് പതിയെയാണെങ്കിൽ ഉറവയിൽ വെള്ളം കുറയും. അത്തരത്തിൽ ഭാവവും താളവും ലയവും സമന്വയിപ്പിച്ച ഒരു എഴുത്തുകാരിയാണ്. രാത്രിമഴ, അമ്പലമണി, പാവം, മാനവഹൃദയം, രാധയെവിടെ, കാവ് തീണ്ടല്ലേ എന്നിവ അവരുടെ ഏറ്റവും മികച്ച കവിതാ സമാഹാരങ്ങളാണ്. ഇതിനകത്ത് ഒരുപാട് കവിതകളുണ്ട്.
അതിൽ 1984 വയലാർ രാമവർമ്മ പുരസ്കാരം നേടിയത് അമ്പലമണിയാണ്. ഇതൊക്കെ ഓർത്തു വെക്കുക കവിതാ സമാഹാരത്തിൻ്റെ പേരുകൾ. അപ്പോൾ ഈ അമ്പലമണി എന്ന കവിതാ സമാഹാരത്തിലെ ശ്രദ്ധേയമായൊരു കവിതയാണ് അമ്പലമണി എന്ന് പറയുന്നത്. അപ്പോൾ സുഗതകുമാരി കവിതയുടെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ ഏകാഗ്രമായിട്ടുള്ള അന്തർമുഖത്വം, ഏകാഗ്രമായിരിക്കുന്ന അന്തർമുഖത്വം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഈ പറയുന്ന എന്തിനോടും ഈ പറയുന്ന ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ മാത്രം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരു തരം രചനാരീതി. ദാർശനികത കലർന്ന വിഷാദം സുഗതകുമാരി ടീച്ചറുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ എല്ലാ ഒരു രാത്രി മഴ എടുത്തു കഴിഞ്ഞാലും അമ്പലമണി എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ അഭയര് വരുന്ന പെൺകുഞ്ഞു 90 എടുത്തു കഴിഞ്ഞാലും കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നെടുത്ത് കൃഷ്ണ നീ എന്നെ അറിയില്ലാക്ക് ഗോപികാന്ത് തണ്ടകം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പ പണിക്കര് നല്ലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളത് കേട്ട് നോക്കണം, ഭയങ്കര രസമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ അറിയുന്നു ഗോപികയെ നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് അയ്യപ്പ പണിക്കര് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കവിതാരൂപത്തിൽ. അപ്പോൾ ദാർശനികത കലർന്ന ഒരു തരം വിഷാദവും ഉദാത്തമായ മാനവികതാബോധവും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ജനപ്രിയ സാഹിത്യത്തിൻ്റെ കച്ചവട തിരക്കിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന കവിതയുടെയും കവിയുടെയും പ്രതീകമാണ് ഈ കവിത. അത് നമുക്ക് ജനപ്രിയ സൃഷ്ടികൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവസാനം കേട്ടൊരു വിവാദം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് അവാർഡ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം നമ്മൾ കേട്ടു. ജനപ്രിയത, അപ്പോൾ ജനപ്രിയതയും ഈ പറയുന്ന രചനയുടെ ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല സിനിമ കാണാൻ ഇപ്പോൾ ആളുകൾ ഉണ്ടാവണമെന്നില്ല. ജനപ്രിയ സിനിമകളിൽ നിന്ന് നമ്മൾ വേറെ തന്നെ സിനിമകളെയും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ ജനപ്രിയ സാഹിത്യത്തിൻ്റെ കച്ചവടം, അത് ഒരു കച്ചവടമാണ്. അതിൻ്റെ തിരക്കിൽ പിന്തള്ളപ്പെട്ട പോകുന്ന കവിതയുടെയും കവിയുടെയും പ്രതീകമാണ് ഈ കവിത എന്ന് പറയാൻ പറ്റും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പാതിരാപ്പൂക്കൾക്കാണ് കിട്ടിയത്. രാത്രി മഴക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. ഓടൽക്കുഴൽ അവാർഡും വയലാർ പുരസ്കാരവും പിന്നെ അമ്പലമണിക്കാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് അവാർഡ് കിട്ടിയ എഴുത്തുകാരിയാണ് കേട്ടോ. അതിലിപ്പോൾ ഒന്ന് ഓർക്കേണ്ടത് സരസ്വതി സമ്മാനം, മണലെഴുത്തെന്ന കൃതിക്കാണ് സരസ്വതി സമ്മാനം കിട്ടിയത്. അതുപോലെ പ്രകൃതി സംരക്ഷണ യത്നങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൃതികളെ പേര് ഓർത്തു നോക്കണം: മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം, പ്രണാമം, ഇരുൾച്ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയുടെ കൃഷ്ണ കവിതകൾ, കാവ് തീണ്ടല്, വാരിയൽ ഉദയാവ് കവിത. പൗരാണിക ബിംബങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുമ്പോഴും പൗരാണിക ബിംബങ്ങളെ വൈലോപ്പിള്ളി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗരാണിക ബിംബങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഏകാന്തതയും കാൽപ്പനികതയും ആധുനിക ലോകത്ത് ആധുനികതയും പാരമ്പര്യമൊക്കെ കൂടി കലർന്നതിനെ കുറിച്ചിട്ടും മാനവികതാബോധവും വിശ്വമാനവ ദർശനവും പ്രകൃതിയൊക്കെ കലർന്നു വരുന്നൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള അമ്പലമണി എന്ന് പറയുന്നത്. അപ്പോൾ ആരും കടന്നു വരാത്ത ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കവി വായനക്കാരെ കൊണ്ടുപോവുകയാണ്. കാറ്റിനാൽ സ്വയം ചലിക്കുന്ന മണിയൊച്ച കേൾപ്പിച്ചു തരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കവി ഓർമ്മിപ്പിക്കുന്നു. ശേഷം മണിയെ തൊട്ട് നമസ്കരിച്ച് കവി മടങ്ങുന്നു. അപ്പോൾ പഴമയും പുതുമയും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് കവി അമ്പലമണി എന്ന് പറയുന്ന കവിത രചിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് കവിതയിലേക്ക് കടക്കുമ്പോൾ കാണുവിൻ ഇടിഞ്ഞൊരി ഗോപുരം, വവ്വാലുകൾ വീണു തൂങ്ങുന്ന സ്ത്രീക്കോവിൽ, വേടൂന്നി നിൽക്കുന്ന കിഴവനാമാൽ പായൽ മൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപധാരിണികൾ തൻ ശൂന്യഹസ്തം, അതിശാന്തമാം ഗാഠമൂകത തനിച്ചു ഞാനത് നോക്കിയോർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനെ ഒരാർദ്രമാം മണിയൊച്ച, അല്ലിൽ തനിച്ചവിടെയാരോ മണിമുട്ടിയാരോ വിളിച്ചുണർത്തുന്നു, ഞാൻ ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓട്ടുമണിയൊന്നതാ തൂങ്ങുന്നു, കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നു. അപ്പോൾ ഇവിടെ കവി പറയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞൊരു ക്ഷേത്രത്തിന് മുന്നിൽ കവി നിൽക്കുകയാണ്. വവ്വാലുകൾ തൂങ്ങുന്ന തൃക്കോവിലും വേരൂന്നി നിൽക്കുന്ന കിഴവനാമരയാലും പായൽ മൂടിയ അമ്പലക്കുളവും ആ ജീർണതയുടെ ചിഹ്നങ്ങളാണ്. ഒരു പഴയ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ പറഞ്ഞ ആര് കുളിക്കാത്തത് കൊണ്ട് തന്നെ അമ്പലക്കുളത്തിൽ പായലൊക്കെ മൂടിയിട്ടുണ്ട്. വളരെയധികം പ്രായം ചെന്ന് വളരെ വേര് ഊന്നി നിൽക്കുന്ന അരയാൽ വൃക്ഷമുണ്ട്. അപ്പോൾ ആ വൃക്ഷം ആ ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. തൃക്കോവിൽ മുഴുവനും ആരും ഇല്ലാത്തത് കൊണ്ട് വവ്വാലുകൾ അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ ഈ ജീർണതയുടെ ആ ഒരു അവസ്ഥയാണ്, ചിഹ്നങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിശാന്തതയുടെ, വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്, അതിശാന്തതയുടെ ഗാഠമൂകതയിൽ ആർദ്രമായ മണിയൊച്ച കവി കേൾക്കുന്നു. അപ്പോൾ രാത്രിയിൽ ആരാണ്, അവിടെ ഇത്രയും നിശബ്ദമായിരിക്കുന്ന സമയത്ത്, ഇത്രയും ശാന്തമായിരിക്കുന്ന സമയത്ത് ആരാണ് മണിയൊച്ച മുഴക്കുന്നതെന്ന് കവി സംശയിക്കുന്നു. അപ്പോൾ കാറ്റിൽ നേർത്ത നാദം മുഴക്കുന്ന ഒരു ഓട്ടുമണി കവി അവിടെ കാണുന്നു. അപ്പോൾ കവി നോക്കുമ്പോഴേക്ക് ആരും മുഴക്കുന്നല്ല, കാറ്റിൻ്റെ വേഗതയിൽ നേർത്ത നാദം മുഴക്കുന്ന ഒരു ഓട്ടുമണി അവിടെ കവി കാണുന്നു. അപ്പോൾ അതിൻ്റെ അറ്റമുടഞ്ഞ അമ്പലമണിയുടെ നാവ് ഇടർന്നുണ്ടെങ്കിൽ അത് പാട്ട് നിർത്തില്ല. അപ്പോൾ ആ അമ്പലമണിയുടെ ഒരു അറ്റം, അല്ലെങ്കിൽ ഈ പറയുന്ന മണിയുടെ അറ്റം അടർന്നിട്ടുണ്ട് എങ്കിലും അത് ഈ പറയുന്ന അതിൻ്റെ ഗാനം നിർത്തുന്നില്ല, അല്ലെങ്കിൽ പാട്ട് നിർത്തുന്നില്ല, മണി അടിക്കുന്നത് നിർത്തുന്നില്ല. ശബ്ദത്തിൽ ഇടർച്ച ഉണ്ട്, ഈ പറയുന്ന പ്രായാധിക്യം കണ്ടെങ്കിൽ അത് നിർത്തുന്നില്ല. പക്ഷേ ആ പാട്ട് കേൾക്കാൻ ഇന്ന് ആരുമില്ലെന്നുള്ളൊരു ദുഃഖസത്യം കവി കണ്ടെത്തുന്നുണ്ട്. ആ പാട്ട് കേൾക്കാൻ ഇന്ന് ആരുമില്ല എന്ന് പറയുന്ന ഒരു ദുഃഖം കവി അവിടെ കണ്ടെത്തുന്നു. ഓട്ടുമണി ഒന്നതാ തൂങ്ങുന്നു, കാറ്റിലാ നേർത്ത നാദം തുളമ്പുന്നു, ഒരു കയ്യും അതിനെ തൊടേണ്ട, അസ്പൃശ്യയാ മുനി കന്യയായി തപം ചെയ്തു, അറ്റമുട വാർന്നൊരീ അമ്പലമണിക്കു നാവൊട്ടിടറി എന്നാലും പാടാം, ആരു കേൾക്കാനാണ്? കല്ലു മാത്രമായി മാറിയൊരു തേവരെ കട്ടു വിൽക്കാൻ വന്ന ദൂരെ പതുങ്ങി നിന്നാരോ, കരിം ചിറകു പടപടയടിച്ചു ചുഴലുന്നൊരീ വവ്വാലിൻ പടകളോ ഖിന്നയാം രാവോ. അപ്പോൾ അവിടെ കവി ചോദിക്കുകയാണ്, വക്ക് പൊട്ടിയെങ്കിലും ആ അമ്പലമണിക്ക് ഇപ്പോഴും ശബ്ദിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നാവ് പോയിട്ടുണ്ട്, നാവിൻ്റെ അറ്റം പോയിട്ടുണ്ടെങ്കിലും ആ അമ്പലമണിക്ക് ഇപ്പോഴും ശബ്ദിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ആരാണ് കേൾക്കാനുള്ളത്? വെറും കല്ല് മാത്രമായിട്ടുള്ള ദേവനോ? അതോ ദേവനെ മോഷ്ടിച്ച് വിൽക്കാന്ന് കരുതി പതുങ്ങി നിൽക്കുന്നവരോ? അപ്പോൾ ദൈവത്തിനെ തന്നെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നവരാണോ അത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ദേവനാണോ കേൾക്കുന്നത്? അപ്പോൾ ഒരേപോലെ ഇരുണ്ട വവ്വാലുകളും ഗിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിച്ച രാത്രിയും ഒക്കെയോ. കവി ആശങ്കപ്പെടുകയാണ്. അപ്പോൾ ആരാണ് ഈ പറയുന്ന അമ്പലമണിയെ കേൾക്കാനുള്ളത് എന്ന ഒരു തരം സങ്കടം അവിടെ കവി പറയുന്നു. ഒരു കയ്യും അതിനെ തൊടേണ്ട, ഒരു കയ്യും തൊടേണ്ട ആവശ്യമില്ല, അത് കയ്യും തൊടാണ്ട് കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നുണ്ട്. അസ്പൃശ്യയായിട്ടുള്ള മുനി കന്യയായി തപം ചെയ്തു, അറ്റമുട വാർന്നൊരീ അമ്പലമണിക്ക് നാവൊട്ടിടറി എങ്കിലും പാടാം. നാവ് ഇടർന്ന് അത് പാടുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ ആരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാറ്റിൽ ആടുന്നൊരീ മണി ഓട്ടുമണി പണ്ടു വാർത്തു കൊടും ചൂടിലാരോ തൂക്കിക്കരം കൂപ്പി വഴിപാടു തിരുനടയിൽ ആർക്കോ മനസ്സു വാർന്നു, അന്നിവിടെ ദീപങ്ങൾ കത്തി നിന്നു, പൂക്കൾ കുന്നുപോലെ കൂടിക്കിടന്നു. അപ്പോൾ അവിടെ എന്താണ് കവി പറയുന്നത്? അവിടെ കവി പറയാണ്, പണ്ടാരോ കൊടും ചൂടിൽ ഉരുക്കി വാർത്തുണ്ടാക്കിയ ഈ മണിയെ ദേവന്റെ തിരുനടയിൽ സമർപ്പിച്ച് മനസ്സ് കുളിർപ്പിച്ചിരിക്കാം അല്ലേ? ഈ പറഞ്ഞ ഒരു മണി രൂപപ്പെടുന്ന എങ്ങനെയാണ്? ഈ പറയുന്ന ഉലയിൽ ഊതി പഴുപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? അപ്പോൾ പണ്ടാരോ കൊടും ചൂടിൽ ഉരുക്കിയിട്ട് വാർത്തുണ്ടാക്കിയ ഈ മണിയെ ദേവന്റെ തിരുനടയിൽ സമർപ്പിച്ചിട്ട് മനസ്സ് കുളിർപ്പിച്ചിരിക്കാം. അന്നിവിടെ നിറയെ വെളിച്ചവും പൂക്കളും സുഗന്ധവും ഒക്കെ പരന്നിരിക്കുക. കാരണം അന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താ ഇവിടെ എല്ലാവരും പൂക്കൾ ഉണ്ടാവും, നിറയെ വെളിച്ചം ഉണ്ടായിരിക്കും, എല്ലാ വിളക്കും കത്തിച്ചിട്ട് നല്ല സുഗന്ധമൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ? ക്ഷേത്രത്തിലാകുമ്പോൾ നല്ല സുഗന്ധമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാറ്റ് വന്നാൽ പോലും ഈ മണി പാട്ട് പാടിയെന്നിരിക്കാം. അപ്പോൾ ഈ മണി അന്ന് വളരെ നേർത്ത കാറ്റിൽ പോലും പാട്ട് പാടിയെന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ വിഷാദവും ഇരുട്ടും നിറഞ്ഞ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ആരാണ് മണിയുടെ ചിലമ്പിച്ച ശബ്ദം കേൾക്കാനുള്ളത്? കവി ചോദിക്കുകയാണ്. ഇന്ന് ഈ അത് കാലം മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? പുതുമയും പഴമയും തമ്മിലുള്ള ഒരു സംഘർഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ കവിത രചിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കാലം മാറുന്നതിനനുസരിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ ആളില്ല, അമ്പലത്തിൽ നിത്യപൂജയെല്ലാം മുടങ്ങി. അപ്പോൾ ആരാണ് ഇത് പാട്ട് കേൾക്കുന്നത്? ഈ വിഷാദവും ഇരുട്ടും നിറഞ്ഞ ഈ ഏകാന്തമായൊരു അന്തരീക്ഷത്തിൽ ആരാണ് ഈ മണിയുടെ പാട്ട് കേൾക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അന്നു നറുചന്ദനം ചാർത്തിയൊരു ദേവന്റെ മുന്നിൽ ഇത് പൊന്നൊളി ചൊരിഞ്ഞു, കാറ്റു തൊട്ടാൽ പാട്ടുപാടും ഈ മണിയെന്നു നാട്ടുകാർ കുതുകമോടണഞ്ഞു. അറ്റമുട വാർന്നൊരീ മണി ഓട്ടുമണി കാറ്റു അറ്റമുട വാർന്നൊരീ മണി ഓട്ടുമണി കാറ്റു തട്ടിയിടുകിലു
പോഴും അപസ്വരം പാടുന്നിതു കേട്ടു നിൽക്കാനി പോഴാരോ ഇവിടെ ഈ ചന്തതൻ കലപിലയിലാൾ തിക്കിലിവിടെ ഈ നേതാക്കൾ അലറുന്ന മൈതാന മരുഭൂവിലീ നാദമാർക്കോ. അപ്പോൾ ഇന്നിവിടെ ചന്തയുടെ കലപില ശബ്ദവും നേതാക്കളുടെ അല്ലേ ഈ പറയുന്ന മൈതാനത്ത് നേതാക്കളുടെ ഉച്ചത്തിലുള്ള അലർച്ചകളും സിനിമാശാലകളിൽ ചലച്ചിത്രശാലകളിൽ മാദകമായിട്ടുള്ള ഗാനങ്ങൾ മതിപ്പിക്കുന്ന ഗാനങ്ങളും പതഞ്ഞു വരുന്നൊരു സമയത്ത് മണിയുടെ തളർന്ന് ഇടറിയ ഒച്ച കേൾക്കാൻ ആരാണുള്ളത്? ആളൊഴിഞ്ഞ അമ്പല നടയടച്ച് ദീപവും കെടുത്തി വിഷന്നൊട്ടിയ വയറുമായിട്ട് പൂജാരി എങ്ങോ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ പൂജ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പുതിയ കാലത്തെത്തുന്ന സമയത്ത് ചന്തയുടെ കലവിൽ ഒച്ച കേൾക്കുന്നു, നേതാക്കളുടെ ഒച്ചത്തിലുള്ള അലർച്ച കേൾക്കുന്നു, ചലച്ചിത്ര സിനിമാശാലകളിൽ മാദകമായിരിക്കുന്ന മതിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സമയത്ത് ആരാണ് ഈ പതഞ്ഞുയരുന്ന ഈ മണിയുടെ തളർന്ന് ഇടറിയ ഒച്ച കേൾക്കുന്നത്? അല്ലേ, ആളൊഴിഞ്ഞിട്ടില്ല ആരും വരാത്ത അമ്പല നടയിൽ ദീപവും കെടുത്തിയിട്ട്, കാരണം ദീപം കത്തിച്ചു വെക്കുന്നില്ല, അത്രത്തോളം ദരിദ്രമാണ്, ദീപം കത്തിച്ചു വെക്കുന്നില്ല. കത്തിച്ചു വെക്കാതെ പൂജാരി പോയി. എന്തിനാണ് ഈ മണി ഒറ്റക്കിനി ഇങ്ങനെ നാദം മുഴക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ഇവിടെ ചലച്ചിത്രശാലകളിൽ നിർലജ്ജ മതഗാന ലഹരിയിൽ പതഞ്ഞിടുമ്പോൾ തളർന്നിടറി വരുമോ നാദമാർക്കോ എന്ന് കവി ചോദിക്കുകയാണ്. ആളൊഴിഞ്ഞ് ദീപമാലകൾ അണഞ്ഞുള്ളിൽ ദേവനും ഉറങ്ങി ഇരുളാർന്നു ഒടുവിലാ നടചാരി വേവുന്ന വയറുമായി എവിടെയോ പൂജാരി പോയി. എന്തിനു ഒറ്റയ്ക്ക് തൂങ്ങും ഈ മണി ഓരോ മന്ത്രനാദം മുഴക്കുന്നു. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മണി മന്ത്രനാദം മുഴക്കുന്നത്? എങ്കിലും ഇതിൻ ധർമ്മം ഇത് അല്ലേ, എങ്കിലും സ്വന്തം ധർമ്മത്തെ ഓർത്ത് ഇപ്പോഴും പൊട്ടിയ വക്കിലൂടെ അല്ലേ, എങ്കിലും ഇതിൻ ധർമ്മം ഇത് സുസ്വരം മാഞ്ഞുവെങ്കിലും ഇത് ഓർത്തു പാടുന്നു. അപ്പോൾ സ്വന്തം ധർമ്മം ഓർത്ത് ഇപ്പോഴും പൊട്ടിയ വക്കിലൂടെ പാട്ടുപാടി തൻ്റെ കർമ്മം ചെയ്യുകയാണ് ആര്? ഈ മണി എന്ന് പറയുന്നത്. പൊട്ടിയ ചിലമ്പി ചൊരൊച്ചയിൽ കൂരിരുളിൽ ഒറ്റയ്ക്കു പാടി നിൽക്കുന്നു. മണ്ണിൽ ഇരുളിൽ താൻ ഉറങ്ങിയ ഖനിക്കുള്ളിൽ വന്ന കൈക്കോട്ടിനെപ്പറ്റി, ഏതോ തപസ്സിൻ്റെ ചൂട്ടിൽ സ്ഫുടം ചെയ്ത ജാതവേദസിനെപ്പറ്റി, നാദകലയിതു തന്നിൽ ഉൾച്ചേർത്തൊരു ഇണക്കിയ രാതിമോഷസിനെപ്പറ്റി, നാദകലയിതു തന്നിൽ ചേർത്തിണക്കിയോ രാതിമോഷസിനെപ്പറ്റി, തന്നെ ഈ തിരുനടയിൽ വെച്ച് കണ്ണീരൊപ്പി നിന്നൊരാ കൈകളെപ്പറ്റി, ഉള്ളിലെന്നും മുഴങ്ങുന്നോരോങ്കാരമാ എന്ന് പറയുന്നു. അപ്പോൾ സ്വന്തം ധർമ്മത്തെ ഓർത്ത് ഇപ്പോഴും പൊട്ടിയ വക്കിലൂടെ പാട്ടുപാടി തൻ്റെ കർമ്മം ചെയ്യുകയാണ് മണി. അപ്പോൾ ഒരു മണിയായി മാറുന്നതിന് മുമ്പ് എന്താണ് ഈ ലോഹം എവിടെയാണ്? ഖനിക്കുള്ളിലാണ്. ഖനിക്കുള്ളിൽ നിന്നാണ് ഈ ലോഹത്തെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മണിയായി മാറുന്നതിന് മുമ്പ് താൻ ഉറങ്ങിയ ഖനിയിലേക്ക് വന്ന അല്ലേ, ഖനിയിലെ ആളുകൾ കൈക്കോട്ട് കൊണ്ട് ആ ലോഹത്തെ കോരിയെടുത്തു. വാർത്തെടുത്ത ജാതവേദസ്സാണ് വാർത്തെടുക്കുന്നത്. ജാതവേദസ് വാർത്തെടുത്തു. തനിക്ക് നാദം നൽകിയ ഉഷസ്സിനെ പറ്റിയിട്ട്, തന്നെ ഈ തിരുനടയിൽ വെച്ച് കൈകൂപ്പി നിന്ന് ധ്യാനിച്ച ആളെ പറ്റി അല്ലേ, തിരുനടയിൽ കുറേ ആളുകൾ വന്നിട്ട് ദേവന സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മണിയടിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ വെച്ച് ധ്യാനിച്ച ആളെ പറ്റി. അപ്പോൾ ഉള്ളിലെന്നും മുഴങ്ങുന്ന ഓങ്കാരമാകുന്ന തേജസ്സിനെ പറ്റി ഒക്കെ ഓർത്ത് മണി പാടുകയാണ് നിർത്താതെ. തൻ്റെ ധർമ്മം അതാണ്, തൻ്റെ അല്ലെ മണിയുടെ ധർമ്മം പാടുക എന്നതാണ്. മണി പാടുകയാണ്. അപ്പോൾ അത് തൻ്റെ ധർമ്മത്തെ പരിപാലിക്കുന്നത്. അപ്പോൾ ഈ മണി ഈ പറഞ്ഞ ഖനിക്കുള്ളിൽ വെറും മണ്ണായിരിക്കുന്ന സമയം മുതൽ ഒരു മണിയായി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സ്പർശങ്ങളും, തനിക്ക് ശബ്ദം നൽകിയ, തനിക്ക് നാദം നൽകിയ, തനിക്ക് രൂപം നൽകിയ, തന്നെ വെച്ച് പ്രാർത്ഥിച്ച ആളുകൾക്ക് വേണ്ടി അവരെ ഓർത്തുകൊണ്ട് മണി പാടുകയാണ്. കല്യ തേജസ്സിനെ പറ്റി ഈ മണി തനിച്ചിന്ന് പാടുമ്പോൾ ഇപ്പോഴും ജീവചൈതന്യം ഉണരുന്നു. അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നു. പൊൻതിടമ്പെഴുന്നള്ളിയിടുന്നു. പൊന്നണിഞ്ഞേഴാന ചെവിയാട്ടി നിൽക്കുന്നു. വന്നു തിങ്ങുന്നു ജനങ്ങൾ. നിറമാറിൽ ദീപനിര ബിംബിച്ചു തൂണുകളിൽ അണിയിട്ടു മോഹിനികൾ നിൽക്കെ 100 കൈതാരുകൾ ഉയർത്തി മണി കെട്ടി ഭഗവാനെ വിളി കൂട്ടി നീളുന്നു. അപ്പം തനിച്ചാണെങ്കിലും ഇന്ന് മണിയുടെ ആ ഒരു പാട്ടിൽ ജീവചൈതന്യം ഉണരുന്നുണ്ട്. മണിയൊന്നും ഒറ്റക്കാണ്, അവിടെ ആരുമില്ല. കാരണം അത്രയും ജീർണിച്ചൊരു ക്ഷേത്രത്തിലാണുള്ളത്. പൂജാരി വന്ന് പൂജ കഴിച്ചിട്ട് വിളക്കും കെടുത്തിട്ട് പോകുന്ന പൂജാരിയാണുള്ളത്. തനിച്ചാണെങ്കിലും ഇന്നും മണിയുടെ പാട്ടിൽ ജീവചൈതന്യം ഉണരുന്നുണ്ട്. അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നുണ്ട്. പൊൻതിടമ്പ് എഴുന്നള്ളുന്നുണ്ട്. പൊന്നണിഞ്ഞ 7 ആനകൾ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. ജനങ്ങൾ വന്ന് തിങ്ങുന്നുണ്ട്.
നിറമാറിൽ ദീപനിരകൾ തിളക്കം പ്രതിഫലിപ്പിച്ചുകൊണ്ട് മോഹിനികൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനെ കൈകളാക്കുന്ന പൂക്കൾ നീട്ടി വിളിച്ചുണർത്തുന്നുണ്ട്. ഇത്തരത്തില് ഈ പറയുന്ന അത് ഈ പറയുന്ന മണിയുടെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത്. മണിയുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ള ചില ഓർമ്മകളാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ആരുമില്ല അവിടെ. എന്തില്ല, ഈ പറയുന്ന ശംഖനാഥം മുഴക്കാൻ ആരുമില്ല, പൊൻതിടമ്പ് എഴുന്നള്ളിക്കാൻ ആരില്ല, പൊൻതിടമ്പില്ല, എഴുന്നള്ളാൻ ആനയില്ല, പൊന്നണിഞ്ഞ ആനകളില്ല, ജനങ്ങൾ വന്നു കൂടുന്നില്ല. നിറഞ്ഞ മാറിൽ ദീപനിരകളുടെ തിളക്കം പ്രതിഫലിപ്പിച്ചുകൊണ്ട് സുന്ദരികളായ പെണ്ണുങ്ങൾ നിൽക്കുന്നില്ല. ഭഗവാനെ കൈകളാകുന്ന പൂക്കൾ നീട്ടി വിളിച്ചുണർത്താനും അവിടെ ആരുമില്ല. പക്ഷെ ഈ മണിക്ക് ഇതൊക്കെ സങ്കല്പിച്ച് മണി എന്താകുന്നു, മണി ഇങ്ങനെ നിരന്തരം പാടുകയാണ്. കേൾക്കുവാൻ ആളില്ല ആർക്കുമേ വേണ്ട ഈ ദീർഘമാ രാത്രിയിൽ സുധീരം അമ്പല തിരുനടയിലേകയായി സംഗീത ബിന്ദുവായി നിന്നിടുന്നോളെ, അറ്റം നടന്നെങ്കിലും നിന്നാദം ഒട്ടുക്കടഞ്ഞുവെന്നാലും തൊട്ടുപോയി കാറ്റിലെങ്കിലുണരുന്ന നിന്നെ ഞാൻ തൊട്ടെൻ്റെ കണ്ണിൽ വയ്ക്കട്ടെ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ കവിത്രി പറയാണ്, മണ്ണിൽ ഇരുളിൽ താൻ ഉറങ്ങിയ കാലത്തെ പറ്റി, കൈക്കോട്ടിനെ പറ്റി, ഏതോ തന്നെ പിന്നെ കോരിയെടുത്ത കൈക്കോട്ടിനെ പറ്റിയിട്ട്, ഏതോ തപസ്സിൻ്റെ ചൂടിൽ സ്ഫുടം ചെയ്ത ജാതവേദസ്സിനെ പറ്റി, തൻ്റെ പല കാലങ്ങളിലെ ജീവിതത്തെപ്പറ്റി, തൻ്റെ മുന്നിൽ കണ്ണീരൊഴുക്കി കൈകൂപ്പി നിന്ന മനുഷ്യരെ പറ്റി, ഉള്ളിലെന്നും മുഴങ്ങുന്ന ഓങ്കാരത്തെ പറ്റി മണി ഓർക്കുകയാണ്. അപ്പം അത് തനിച്ച് പാടുമ്പോൾ അമ്പലത്തിലെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പഴയ ചൈതന്യം ഉണരുന്നുണ്ട്. അമ്പലത്തിലെ ശംഖനാഥം മുഴങ്ങുന്നുണ്ട്, പൊൻതിടമ്പ് എഴുന്നള്ളിക്കുന്നുണ്ട്, പൊന്നണിഞ്ഞ 7 ആന ചെവിയാട്ടി നിൽക്കുന്നുണ്ട്, ജനങ്ങൾ വന്ന് തിങ്ങുന്നുണ്ട്, ദീപനിരയുമായിട്ട് മോഹിനികൾ നിൽക്കെ 100 കൈകൾ ഉയർന്നു വന്ന് മണി കൊട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ മണിയുടെ ഒച്ച കേൾക്കാൻ ചുറ്റും ആരും തന്നെ ഇല്ല. അപ്പം അതിൻ്റെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ഭൂതകാലത്ത് ആ മണിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതൊരു സമൃദ്ധിയുടെ ഒരു അടയാളമായിരുന്നു ആ മണി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആ മണിയുടെ ഒച്ച കേൾക്കാൻ ആ ചുറ്റും ആരും തന്നെ ഇല്ല. അങ്ങനെ ഒറ്റക്കായ രാത്രിയിൽ ഒറ്റപ്പെട്ട ചരിത്രത്തിൽ കവി നിൽക്കുകയാണ്. കാറ്റ് വന്ന് തലോടുമ്പോൾ മാത്രം ഒച്ചയുണർത്തുന്ന മണിക്ക് മുൻപിൽ കവി നിൽക്കുന്നുണ്ട്. മണികളെ തൊട്ട് വണങ്ങി കണ്ണിൽ വെച്ച് കേൾക്കുവാനാളില്ല ആർക്കുമേ വേണ്ട, കേൾക്കാൻ ആരുമില്ല ആർക്കുമേ വേണ്ട ഈ ദീർഘമായ രാത്രിയിൽ ധീരതയോടുകൂടി അമ്പലത്തിൻ്റെ തിരുനടയിൽ ഏകയായിട്ട് സംഗീത ബിന്ദുവായിട്ട് നിൽക്കുന്നോളെ, അറ്റം പിളർന്ന് അടർന്നെങ്കിലും നിന്റെ നാദമൊട്ടാകെ അടഞ്ഞുവെങ്കിലും, നിന്റെ ആ ഒരു ശബ്ദം അടഞ്ഞുവെങ്കിലും ഒരു ചെറുകാറ്റ് തൊട്ടു പോയാൽ ഉണരുന്ന നിന്നെ തൊട്ടെൻ്റെ കണ്ണിൽ വയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവി തൻ്റെ രചന അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കവിത്രി ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക്, ഇടിഞ്ഞു പൊളിച്ച ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ ഈ മണിയെ തൊട്ട് തലോടിക്കൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായൊരു കവിതയാണ്. ഇവിടെ ഈ ഒരു കവിതയിൽ ഈ പറയുന്ന പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. പുതിയ ആളുകൾക്ക് മൈതാനത്ത് നടക്കുന്ന കവലപ്രസംഗങ്ങളും സിനിമാ ശാലകളും ഒക്കെയാണ് ആവശ്യം, അല്ലെങ്കിൽ ചന്തയിലെ കലപിലെ ശബ്ദവും ഒക്കെയാണ് ആവശ്യം. അവിടെ ഈ പറഞ്ഞ അമ്പലത്തിലുള്ള മണിയുടെ ഒച്ച കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പം ഇതിനകത്തൊരു പ്രതീകാത്മകമായ രീതിയിൽ മനുഷ്യ ജീവിതത്തെയും ഓട്ടുമണിയെയും ബന്ധിപ്പിക്കുന്നുണ്ട് അല്ലേ. ഒരു മനുഷ്യ ജന്മവും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ഒരു മണി രൂപം കൊള്ളുന്നത് പോലെ നാളുകൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണ് ഓരോ മനുഷ്യജന്മവും രൂപം കൊള്ളുന്നുള്ളത്. ഒറ്റയടിക്ക് ഒരു മനുഷ്യജന്മം രൂപം കൊള്ളുന്നില്ല. എത്രയോ വർഷം നീണ്ട പ്രയത്നത്തിലാണ് ഓരോ മനുഷ്യജന്മവും രൂപം കൊള്ളുന്നത്. എത്രയോ വർഷം നീണ്ട തയ്യാറെടുപ്പുകളിലൂടെയാണ്. അപ്പോൾ ഉള്ളിൽ നിറയെ സംഗീതവും തേജസ്സും നിറഞ്ഞ ഓരോ വ്യക്തിയും തൻ്റെ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. കാലം ചെല്ലുമ്പോൾ പഴക്കമേറുമ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം. അല്ല, ഓരോ മനുഷ്യനും അല്ലെ, നമ്മൾ പറയും ധർമാർത്ഥ കാമമോക്ഷേണു അല്ലെ, ധർമ്മവും അർത്ഥവും കാമവും കഴിഞ്ഞിട്ടാണ് മോക്ഷം വരുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ധർമ്മമുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും തൻ്റെ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ കാലം ചെല്ലുമ്പോൾ എന്താവും, നമുക്ക് ഈ പറഞ്ഞ പോലെ പഴയതുപോലെ പൂർവ്വമായ ശക്തിയിൽ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒറ്റപ്പെട്ടു പോയേക്കാം. മറ്റുള്ള ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ, മറ്റുള്ള മനുഷ്യർക്കിടയിൽ നമ്മുടെ ശബ്ദം മുങ്ങിപ്പോയേക്കാം. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാൽ വളഞ്ഞ വെറും വക്ക് പൊട്ടിയ ചെലമ്പിച്ച ഒച്ച വരുന്ന മണികളായിട്ട് മാത്രം നമ്മൾ മാറിയേക്കാം. പക്ഷെ അതാണ് നമ്മുടെ ജന്മധർമ്മം എന്ന് പറയുന്നത്. അല്ല, സ്വരം മങ്ങിയാലും കവി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറും മണ്ണായിരുന്ന കാലത്തെ ഇരുട്ടിൽ നിന്ന്
തന്നെ വെളിച്ചത്തിലേക്ക് എത്തിച്ചാൻ പ്രയത്നിച്ച കൈകളെപ്പറ്റി തന്നെ തപസ്സിൻ്റെ ചൂട്ടിൽ ഉരുക്കി വാർത്തെടുത്ത ശക്തിയെ പറ്റിയിട്ട് തന്നിൽ നാദകലയെ ഉൾച്ചേർന്ന ഉഷസ്സിനെ കുറിച്ചിട്ട് ഉള്ളിൽ മുഴങ്ങുന്ന ഓങ്കാര ശബ്ദത്തെ കുറിച്ചിട്ട് ഒക്കെ കവി പാടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കവി കൊണ്ടേയിരിക്കുന്ന കവിയാകുന്ന മണിക്ക് പാടിയേ പറ്റും. കാരണം ഈ പറഞ്ഞ ഭൂതകാലത്തെ പോലെ തനിക്ക് പാടാൻ പറ്റുന്നില്ല, ഭൂതകാലത്തെ പോലെ തനിക്ക് ശബ്ദമില്ല, ഭൂതകാലത്തെ പോലെ തനിക്ക് ആയുസില്ല. പക്ഷെ നിരന്തരം പാടേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെ പാടുമ്പോൾ കവിയുടെ ഉള്ളിൽ ദേവൻ ഉണരുന്നുണ്ട്, എല്ലായിടത്തും പ്രഭാപൂരിതമാകുന്നുണ്ട്, ജനങ്ങൾ വന്ന് നിറയുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. ഒക്കെയും എല്ലാവരും എതിർത്തേക്കാം, പക്ഷെ ആ ഒരു നിറവാണ് കവിയുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ ഈ പറയുന്ന പാട്ടുകൾ പാടുന്നതിലൂടെ തനിക്ക് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ തൻ്റെ ഭൂതകാലത്ത് ലഭ്യമായ ഒന്ന് വർത്തമാനകാലത്ത് ലഭിക്കാത്ത ഒന്ന് ലഭ്യമാകുന്നെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയെ വെളിവാക്കുന്നവരാണ് കവികൾ. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ഒന്നിനെ ഉണ്ടാക്കുന്നവരാണ് കവികൾ എന്ന് പറയുന്നത്. അവർ മൂകതയിൽ നിന്ന് സംഗീതത്തെ പൊഴിക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ ചിന്താഗതിക്കാരുണ്ടോ എന്ന് കവികൾക്ക് പ്രശ്നമല്ല, അല്ല തൻ്റെ സമാനമായ ചിന്താഗതിക്കാരുണ്ടോ എന്നൊന്നും കവി നോക്കുന്നില്ല. ഉള്ളവരുടെ സാന്നിധ്യം തന്നെ വൻ ആഘോഷമാക്കി മാറ്റുന്നവരാണ്. ഒരാളാണെങ്കിലും അവരുടെ സാന്നിധ്യം വളരെ വലിയ ആഘോഷമാക്കി മാറ്റുന്നവരുണ്ട് കവികൾ. അവർക്ക് വേണ്ടി എത്ര വേണമെങ്കിലും പാടുവാൻ കവി തയ്യാറാകുന്നുണ്ട്. ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലും പാടാൻ കവി തയ്യാറാകുന്നുണ്ട്. കേൾക്കാൻ ഒരാളാണെങ്കിൽ ഒരാൾ പോലും. അത് ഈ നമ്മൾ അമ്പലമണി എടുത്ത് നോക്കിയാൽ മതി. അമ്പലമണിയും കവിയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ. അപ്പോൾ അറ്റമുടഞ്ഞിട്ടും മറ്റുള്ളവർക്കായി സംഗീതം പൊഴിക്കുന്ന മണിയെപ്പോലെ വെറുതെ അല്ലി ജന്മം എന്ന് സംതൃപ്തിയാകുന്ന കവിക്ക് സ്വന്തം കർമ്മമാണ് പ്രധാനം. അല്ലെ, അറ്റമുടഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മണി സംഗീതം മുഴക്കുന്നത്. അതേപോലെ വെറുതെ അല്ല തൻ്റെ ജന്മം എന്ന് സംതൃപ്തിയാകുന്ന കവിക്ക് സ്വന്തം കർമ്മമാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ സമാന മനസ്സുള്ളവർ പരസ്പരം വേഗം മനസ്സിലാക്കുന്നു എന്നതാണ് കവിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നാഗരികതയിൽ നിന്നുകൊണ്ട്, നാഗരികവൽക്കരിക്കുന്ന ജീവിതത്തിൽ നിന്നുകൊണ്ട് പഴമയിലേക്ക് നോക്കുന്ന ഒരു കവിയാണ് കാണുന്നത്. ഒറ്റപ്പെട്ട ഒരു നായികയും ഒറ്റപ്പെട്ട ഒരു ഓട്ടുമണിയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒറ്റപ്പെട്ട ആ ഒരു ഓട്ടുമണിയുടെ ശബ്ദമാണ്, അല്ലെങ്കിൽ അമ്പലമണിയുടെ ശബ്ദമാണ്, രേഖാഗിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആത്മനിഷ്ഠമായ രീതിയിൽ, സംഗീതാത്മകമായ രീതിയിലാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഈ പറയുന്ന ഒരു സംഘർഷം നമുക്ക് കാണാൻ പറ്റും. പുതിയ തലമുറയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയാനുള്ളത്. ഇതിനകത്തുള്ള വേർഡുകൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച സുകുമാരി ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ കവിത എല്ലാവരും വായിച്ച് നോക്കുക. കവി എവിടെയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നും ആരാണ് മണിയടിച്ചതെന്നും അന്യസ്പർശമേൽക്കാത്ത മുനികന്യകയെ പോലെ നിന്നതാരെന്ന് ചോദിക്കാം. അന്യൻ്റെ സ്പർശമേൽക്കാത്ത മുനികന്യകയെ പോലെ നിന്നതാരെന്ന് ചോദിച്ചാൽ അമ്പലമണിയാണ്. കാറ്റിൽ ഉണരുന്ന നിന്നെ ഞാൻ എന്തു ചെയ്തോട്ടെ എന്നാണ് കവി ചോദിക്കുന്നത്. തൊട്ട് കണ്ണിൽ വയ്ക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ സുകുമാരി ടീച്ചർക്ക് അവാർഡ് കിട്ടിയ കേന്ദ്ര സാഹിത്യ അക്കാദമിയും വയലാറും സരസ്വതി സമ്മാനും മറ്റ് പല പുരസ്കാരങ്ങളും ലഭിച്ച കൃതികൾ ഏതെന്ന് കൂടി നോക്കുക. ഇത്ര മാത്രമേ ഈ കവിതയെക്കുറിച്ച് പറയുള്ളൂ. എല്ലാവരും നന്നായി വായിക്കുക.